നമസ്കാരം. ലക്കി റൈറ്റർ പബ്ലിക്കേഷന്റെ എഴുത്തുമുഖം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രമ്യ രാധാറാം. ഇന്നത്തെ എഴുത്തുമുഖം പ്രോഗ്രാമിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന പുസ്തകത്തിലൂടെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ അഹമ്മദ് ഷഫീയുടെ കവിതകളെയാണ്. നാളേക്കു വേണ്ടി. മരം മരിച്ചു വീണ നാൾ ഭൂമിക്കുടയവരായ മാനുജർ യുഗചരിത്രങ്ങൾ പിറവികൊണ്ടു നീരൂറ്റി കടലാസു തീർത്തു, ഇരുമ്പുരുക്കി എഴുത്താണി തീർത്തു, കാതലിൽ കടഞ്ഞു മാളികകൾ, അതിഭീമയാനങ്ങൾ കണ്ടെത്തി വൻകരകൾ, കൈയടക്കി നദിയും മരിപ്പച്ചയും പിറവികൊണ്ടു കൊളോണിയലിസവും ഫ്യൂഡലിസവും, അടിമത്തം നിരക്ഷരനുമേൽ, വർണ്ണാധിപത്യം കറുപ്പിനുമേലും വീണുടഞ്ഞ് പുരാണ ഇതിഹാസങ്ങൾ, പ്രഹസനങ്ങൾ, വിടർന്നു നവയുഗം, വികസനം നാടുനീളെ, മനമോ നാടു നീങ്ങി, ഭൂമി അവൾ ദുർബലയായി. വിപ്ലവകരമായ എഴുത്തിലൂടെ കവയിത്രി സമൂഹത്തിന് നേരെ ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കവിതയിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മണ്ണും മഴയും കാടും നാടുമൊക്കെ പ്രണയത്തിന്റെ തുമ്പത്ത് കൊരുത്തു വെച്ചുകൊണ്ട് അജ്ഞാതമായ ഒരു വഴിയിൽ കാത്തിരിപ്പ് തുടരുന്ന കവിതകളാണ് ഏറെയും. മറ്റൊരു കവിത കൂടി, ഭ്രൂണത്തിന്റെ വിലാപം. അരുതമ്മേ കൊല്ലരുതേ, ഒരിത്തിരി നേരം ഞാനീ പകൽപ്പച്ച കാണട്ടെ, വരണ്ടയൻ ചുണ്ടിനാൽ ഒരിറ്റു പാൽമധുരം ഞാൻ നുകർന്നിടട്ടെ, കുഞ്ഞിളം വിരലുകളാൽ നിന്റെ മാറിലൊന്ന് ഞാൻ വരച്ചിടട്ടെ, അരുതമ്മേ അറുത്തു കളയേണ്ടയൻ പൊക്കിൾക്കൊടി, ശേഷിച്ച നിന്റെ ചോരത്തുടുപ്പിനാൽ നിന്നെയോർത്തോർത്ത് ഞാനൊന്നു മയങ്ങട്ടെ, കള്ളക്കിനാവിലാൽ എന്നെ ഭയപ്പെടുത്തുന്നൊര ഇല്ലത്തമ്മയോടായി ചാരത്തുണ്ടെന്റെ പൊന്നമ്മയെന്ന് ചൊല്ലിച്ചിരി തൂക്കട്ടെ, അമ്മേ ഒടുവിലായി ഒരു മോഹമുണ്ടെന്നിൽ, ഒരു ചുംബനമെങ്കിലും നൽകാതെ നീ എന്നെ തിരികെ പറഞ്ഞയച്ചിടല്ലേ, ഒന്നെന്നെ മാറോടണയ്ക്കാതെ നീ യാത്ര ചൊല്ലിയിടല്ലേ. കവിത പുറത്തു ചാടുമ്പോൾ ലോകമാകെ എരിയുന്ന പകയുടെ പുകച്ചുരുളുകളിൽ ഏറെയും ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട പെണ്ണ് എന്ന ദുരന്ത സത്യം ഇടയ്ക്കിടെ നെഞ്ചു പൊള്ളിക്കുന്നു. കാത്തിരിപ്പിന്റെ പോരാട്ട വഴികളിൽ കാരുരുമ്പിന്റെ കരുത്തു വന്നു അവൾക്ക് എന്ന് ഓർമ്മയുടെ പുകവണ്ടി കയറുമ്പോൾ കവയത്രി ചിലപ്പോഴൊക്കെ വിട്ടുപോകുന്നുമുണ്ട്. നിറം നോക്കി, ജാതി പറയുന്നവരായ കുലം നോക്കി, മണ്ണിന് വില പറയുന്നവരായ വർഗീയ വേർതിരിവിന്റെ കെട്ടകാലത്തെ ഓർത്ത് നോവുന്ന വരികൾ നമുക്ക് എല്ലാ കവിതകളിലും കാണാൻ കഴിയുന്നുണ്ട്. മേൽക്കൂരയില്ലാത്ത വീട്ടിലിരുന്ന് ആകാശത്തെയും മഴയെയും പ്രണയിക്കുന്നവളെ പോലെ അത്രമേൽ പ്രണയത്തെ ഏറ്റുവാങ്ങാൻ ആത്മാവിനെ പോലും പാകപ്പെടുത്തി സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽ കിനാവുകളെ പറഞ്ഞയക്കുന്ന കവയിത്രിയെ ഇടയ്ക്കിടെ കാണാൻ കഴിയുന്നുണ്ട്. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് നേർക്ക് ആർത്തുലച്ച് പെയ്യുന്ന ചോദ്യശരങ്ങളുടെ തീമഴയായും പ്രണയത്തിന്റെയും കാത്തിരിപ്പിന്റെയും പൈതൃകങ്ങളുടെയും തുടുപ്പ് പേറുന്ന ഒറ്റമുറിയുടെ തുറന്നിട്ട ജാലകത്തിലൂടെ തൂവാനം പോലെ തലോടുന്ന സ്നേഹമഴയായും അഹമ്മദ് ഷഫീയുടെ ക്വസ്റ്റ്യൻ മാർക്ക് നമ്മളിലൂടെ കടന്നു പോകുന്നു. സ്ത്രീയെ സ്നേഹിച്ച് ഇരുട്ട് കുടിച്ചു മരിക്കുന്നവർക്ക് നവയുഗത്തിന്റെ പ്രഹസനങ്ങൾ കാണുവാൻ വയ്യെന്ന് ഉറക്കെ പറയുന്നു. മനോഹരമായ 41 കവിതകൾ പുസ്തകമാണ് അഹമ്മദ് ഷഫീയുടെ ക്വസ്റ്റ്യൻ മാർക്ക്.